ഹലോ മക്കളെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആയിരുന്നു അല്ലേ. അപ്പൊ ക്രിസ്മസ് എക്സാം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് സാധിച്ചോ? അല്ലെ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കില്ലേ. കാരണം നമുക്കറിയാം ആ ഒരു പരീക്ഷയുടെ സമയത്ത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചെന്നുള്ളത് അല്ലെ. ഇവിടെ വന്നിട്ടുള്ള ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂരിഭാഗം കുട്ടികളും എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക? പരീക്ഷയുടെ തലേ ദിവസം അല്ലെ, അറ്റ്ലീസ്റ്റ് ഒരു പാസ് മാർക്കെങ്കിലും വേണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. അതായത് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ് അല്ലെ. പരീക്ഷയുടെ തലേ ദിവസം നമ്മുടെ മാരത്തോൺ ലൈവുകൾ എല്ലാതും കാണുന്നു, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുന്നു. അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെയായിരിക്കും ഇത്തവണ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം അല്ലെ. പക്ഷേ നമ്മൾ ആ ഒരു ക്രിസ്മസ് എക്സാമിന്റെ ആ ഒരു പാറ്റേൺ, ആ ഒരു എക്സാം പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എല്ലാതും വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നല്ല അല്ലെ. അല്ലാതെ നമുക്ക് വരുന്ന നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് അല്ലെ. ഒരു സെയിം പാറ്റേണിൽ തന്നെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എപ്പോഴും നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അല്ലാതെ വരുന്ന ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ എക്സാമിന് ചോദിക്കും അല്ലെ. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? നമ്മുടെ ഫൈനൽ എക്സാമിന് നമുക്ക് അത്രയും റിസ്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഫൈനൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എത്ര പോർഷൻ പഠിക്കാനുണ്ടോ അതിന്റെ ഡബിൾ ഇരട്ടി നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും പഠിക്കാനുണ്ടാകും അല്ലെ. അപ്പൊ ആ ഒരു സമയത്തേക്ക് നമ്മൾ എക്സാമിന്റെ തലേ ദിവസം പഠിച്ചേക്കാം. ആ സമയത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് നോക്കിയാൽ പോരെ, അത് തന്നെയാണല്ലോ സെയിം ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ഇത് മിസ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആ ഒരു സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് തന്നെ സെയിം ആയിട്ട് ചോദിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. എല്ലാ ഭാഗങ്ങളും നമ്മൾ പക്ക പ്രോപ്പർ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് മിസ് ഇതേ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. മിസ് ഒരാളെ പോലും നിർബന്ധിക്കില്ല അല്ലെ. കാരണം നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും, നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നവർ മാത്രം ചെയ്താൽ മതി. അതായത് നമുക്ക് ആ ഒരു ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം മുതൽ പറഞ്ഞു കിട്ടണം അല്ലെ. കാരണം മുന്നൊന്നും ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, മുന്നേ പഠിച്ച ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? എല്ലാതും ആദ്യം മുതൽ വേണം. ഓക്കെ, പക്ഷെ ആദ്യം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഭയങ്കര ചെറിയ ചെറിയ കുട്ടി മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഉപമകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും അല്ലായിരിക്കും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ടു ദ പോയിന്റ് എല്ലാ കാര്യങ്ങളും പക്ക സെറ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ആദ്യം മുതൽ ഫുള്ള് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒരു റിവിഷൻ ബാച്ചിൽ ജസ്റ്റ് ആ ഒരു നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്, അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്? ആ ഒരു ചാപ്റ്ററിൽ ഉള്ള എല്ലാ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന എല്ലാ പ്രോപ്പർ പോർഷൻസും കറക്റ്റ് ആയിട്ട് കിട്ടണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചാപ്റ്റർ നല്ലോണം തറോ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ക്ലാസ്സസ് ആയിരിക്കും നമ്മുടെ റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കണ്ടോ, എല്ലാതും ആദ്യം മുതൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പക്ക സെറ്റ് റിവിഷൻ ആയിരിക്കും. അതായത് നമ്മളൊരു ഡബിൾ ആൻഡ് ട്രിപ്പിൾ റിവിഷൻ ചെയ്യുന്നതിന്റെ ആ ഒരു എഫക്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുകൂടാതെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് സെപ്പറേറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ റിവിഷൻ ബാച്ചിലെ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ആ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് അധികം നാളുണ്ടാവില്ല, വളരെ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റിവിഷൻ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യപ്പെടുന്നു എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക. അവർക്കൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അവർക്കും ഇതേപോലെ ചില മുന്നത്തെ ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ച് കഴിഞ്ഞിട്ടില്ല, അതൊക്കെ മറന്നുപോയി എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആഗ്രഹമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം
നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം ടീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ ബാച്ചിലും നിങ്ങളെ പഠിപ്പിക്കാനായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു റിവിഷൻ ബാച്ചിലും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം ടീച്ചേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ റിവിഷൻ ബാച്ചിലും ഉണ്ടായിരിക്കുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഇനി നിങ്ങളൊരു SSLC സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം നമ്മുടെ SSLC ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നതായിരിക്കും. സമ്മാനമല്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ ഇതിൽ 45 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാതും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതിന് നിങ്ങൾ സെപ്പറേറ്റ് വേറെ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാനൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും കിട്ടില്ല, ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ, കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിന് മുന്നേ, ഫൈനൽ എക്സാമിന് മുന്നേ നമ്മളെല്ലാതും കംപ്ലീറ്റ് റിവിഷൻ നടത്തി ഫുള്ള് സെറ്റ് ആകുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം നടത്തുന്നതായിരിക്കും. എക്സാമിന് മുന്നേ നമുക്കൊരു മോഡൽ എക്സാം വേണ്ടേ, എന്നാലാണ് നമുക്ക് ആ ഒരു എക്സാമിനോടുള്ള ഒരു പേടിയൊക്കെ മാറി കിട്ടുക. അപ്പോൾ അതും ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ അല്ലേ, ഫുള്ള് കോൺഫിഡൻസോട് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇത്തവണത്തെ ഫൈനൽ എക്സാം നമ്മൾ നേരിടും. ഓക്കെ.